തെളിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ കേഴുവാത്മാവിനാശവീശുന്ന മോഹന ദിവ്യഗാനമേ പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യഗാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഞങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഞങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഞങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നോട് പറഞ്ഞാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവശക്തനും കാരണവാനുമായ ദൈവമേ, ഇവിടെ നൽകി കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഈ മകനെ വിവാഹ ജീവിതത്തിലേക്ക് ഒറ്റയാണല്ലോ. എന്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ചൊല്ലിയ കാരണത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. ഞങ്ങളുടെ പ്രഭാവനം ഈ ഭവനത്തിനും പ്രത്യേകമായി മകൻ ലഭിക്കാനിടയാക്കണമേ. വിവാഹ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അതൊരുക്കത്തോട് യോഗ്യതയോടുകൂടി അടുത്തുള്ള വ്യാപരിക്കുവാൻ അങ്ങയുടെ ദാസരെ സഹായിക്കണമേ. അതുകൊണ്ട് കാനാലെ ഭവനം പോലെ ഞങ്ങളുടെ ഭവനത്തിനും പ്രണാമം ഇടയാക്കണമേ. സ്നേഹത്തിന്റെയും നാഥായ നയിക്കും. പ്രധാന ഹൃദയ അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പാരിപ്പുകഴുതുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. അവിടുത്തെ വിശ്രാമത്തിൽ അഭിമാനം കൊള്ളുവിൻ, അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്കുള്ള ബാധകമാകുന്നു. അപ്രാർത്ഥനയുടെ ഉടമ്പടിയും സാഹചര്യ സൗദം മറന്നു പോയിട്ടില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാമോദീസായിലൂടെ അങ്ങയുടെ സഭയിൽ അംഗങ്ങളാകുവാനും കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സമാജീവനം നയിക്കുവാനും ഞങ്ങൾക്കിടയാക്കിയ അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായം നയിക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിനു നിത്യമഭോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. രക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ ആമേൻ.
ശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ തുറന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുമായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിതനാം കവി തന്തോലിക പോലും നാവിപ്പോൾ ും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ എഫെസോസിനെ സഭയ്ക്ക് എഴുതിയ ലേഖനം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. വിവാഹ ദിവസത്തെ കർമ്മങ്ങൾ ദൈവാനുഗ്രഹപ്രദമാകുവാനും വിവാഹത്തിനെടുക്കുന്ന വധുവിനെയും വരനെയും അവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുവാനും കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ സ്നേഹത്തിന്റെ സമൃദ്ധിയിലും പരസ്പരമുള്ള സ്നേഹത്തിലും ഐക്യത്തിലും എന്ന് നിലനിൽക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ വിവാഹ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം ലഭിക്കാനിടയാക്കിയതുപോലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സജീവമായ പ്രാർത്ഥനാ സഹായം ഈ കുടുംബത്തിൽ നാളെ അടുത്ത വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന് ലഭിക്കുവാനിടയാക്കണമേ. തിരുക്കുടുംബ സംരക്ഷകനായ യോസേഫിന്റെ പ്രത്യേകമായ മാധ്യസ്ഥതയും ഇവർക്കുണ്ടാകുവാനിടയാക്കണമേ. പ്രാർത്ഥനയിലും സുഹൃത്താനുഷ്ഠാനങ്ങളിലും ദൈവഭക്തിയിലും വിശുദ്ധരുടെ മാധ്യസ്ഥതയിലും കാവൽമാലാഖമാരുടെ സംരക്ഷണത്തിലും ഈ ഭവനം നിലനിൽക്കുവാനും ഇടയാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകല വിശുദ്ധരുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും നിയമസഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം നാളെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദാസനെ കൂടെ ഉണ്ടാവട്ടെ. ഇവന്റെ പേരിന് കാരണഭൂതനായ വിശുദ്ധ പിതാവിന്റെയും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പ്രത്യേക മാധ്യസ്ഥ സഹായം ഇവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവമേ, കരുണയാകണമേ. അനുസരിച്ച് വിവാഹജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ഇവനെ എന്നും ഇഷ്ടമനുസരിച്ച് സ്നേഹത്തിലും സന്തോഷത്തിലും പരസ്പര വിശ്വാസത്തിലും അനുഗ്രഹപ്രദമായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിൽ നിന്നും അങ്ങേ സ്വീകരിച്ച് ജീവിക്കുവാനും പ്രതിസന്ധികളിൽ അങ്ങേ ആശ്രയിക്കുവാനും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായ ജീവിതം വഴി അങ്ങേ പ്രസാദിപ്പിക്കാനും ഇവിടെയാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഞങ്ങളുടെ ഈ ദാസനെ പങ്കാളിയാക്കണം. എന്റെ ജീവിതം സന്തോഷമാക്കും. മനോഹരമാക്കുവാൻ പല സ്നേഹിതവും നയിക്കുവാൻ Good evening, ladies and gentlemen. Let's celebrate Johnson Jedai's happiness and our best wishes and blessings on him.
ഇന്നിവിടെ ചേട്ടായുടെ മതിൽവെപ്പ് ചടങ്ങിൽ പങ്കെടുക്കുവാൻ വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുടുംബജീവിതം വളരെ മധുരതരവും ആസ്വാദികരവുമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയോടുകൂടി ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളാലും അയൽക്കാരും സുഹൃത്തുക്കളും ഒത്തുചേർന്നിരിക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മ. ഒരിക്കൽ കൂടി ഏവരെയും ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കിനി ഇൻവൈറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ ഡേയിലെ സ്പെഷ്യൽ പേഴ്സണായ നമ്മുടെ മണവാളനായ ജോസൻ ചേട്ടായിനെയാണ്. ജോസൻ ചേട്ടായിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ചേട്ടയുടെ ഏറ്റവും സ്നേഹമുള്ള പ്രിയപ്പെട്ട പേരൻസ് ആയ റോയിങ്കൾ ആൻഡ് മിനിയാൻജയാണ്. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് ജോസൻ ചേട്ടായിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഫാമിലി ഇവിടെ പൂർണ്ണമായിട്ടില്ല. ഇവിടെ ഫാമിലിയോട് പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ജോസൻ ചേട്ടായിയുടെ വണ്ണാഞ്ചുള്ളി ബ്രദറായ നമ്മുടെ കുടുംബത്തിന്റെ ദൈവാനുഗ്രഹമായ ഫാദർ തോമസൻ കിഴക്കേക്കരയെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. ഏറെ സ്നേഹത്തോടെ തോമസൻ അച്ഛനെ വെൽക്കം ചെയ്യുന്നു. ഫാമിലിക്ക് നല്ലൊരു പവർഫുൾ എനർജറ്റിക് ആയിട്ട് ഒന്നുകൂടെ കൊടുത്താലോ? കഠിനാധ്വാനി നിഷ്കളങ്കമായ പുൻസിരിയിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുകയും വളരെ ക്രിയേറ്റിവിറ്റിയോടുകൂടി ലൈഫിനെ കാണുകയും ചെയ്യുന്ന ഞങ്ങൾ കുട്ടികളെല്ലാവരും ഏറെ സ്നേഹത്തോടെ കുഞ്ഞേട്ടായി എന്നും അടുത്ത തലമുറ ഓച്ചപ്പാപ്പൻ എന്ന് വിളിക്കുന്ന ജോസൻ ചേട്ടായെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലും 17/3/1998 കിഴക്കേക്കര ഫാമിലിയിൽ റോയി മിനി ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രനായി ജോസൻ ചേട്ടായി പൂജാതനായി. LKG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ മൂലമറ്റം സെക്കൻഡ് ഹാർഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം നീരൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഹയർ സെക്കൻഡറി എറക്കുളം സെന്റ് മേരീസ് സ്കൂളിലും പൂർത്തിയാക്കി. തുടർന്ന് 4-year ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അറ്റ് സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂടച്ചേരി പാലായി, followed by a specialization in masters in culinary arts management from University College Birmingham. Currently he is working as a chef manager at Beaumont Care Home, Northern Ireland. 23/8/2025 ശനിയാഴ്ച വിവാഹം എന്ന കൂതാശയിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജോസൻ ചേട്ടായിക്കും റോസ്മരി ചേച്ചിക്കും പരസ്പരമുള്ള സ്നേഹം, സഹായം, വിശ്വാസം, നമ്മൾ എന്നെന്നും വിലമതിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നന്മയേക്കാൾ തിന്മ പെരുക്കുന്ന, ആത്മീയതയേക്കാൾ ഭൗതികത കൂടുന്ന ഈ കാലഘട്ടത്തിൽ ജീവിത മൂല്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ടവരാണ് ദാമ്പത്യ ജീവിതം നയിക്കേണ്ടവർ. പുതുതലമുറയ്ക്ക് ജന്മം നൽകുക വഴി സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുന്നു. അതുവഴി പുതിയ വ്യക്തിത്വം രൂപപ്പെടുന്നു, കൂടുതൽ വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ആത്മീയതയും ഭൗതികതയും ഉണ്ടാകുന്നു, പുതിയ സംസ്കാരം രൂപപ്പെടുന്നു. ഒരു നിമിഷത്തെ സ്നേഹത്തെ ധാരാളം സ്നേഹ നിമിഷങ്ങളാക്കി മാറ്റുവാൻ ചേട്ടായിക്ക് സാധിക്കട്ടെ. ഉദയസൂര്യന്റെ പ്രകാശകിരണങ്ങൾ പോലെ ശോഭയാർന്ന ഈ സായം സന്ധ്യ അതിനവസരം കുറിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിനി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് സെറമണിയിലേക്ക് കിടക്കാം. അതേ മധുരവെപ്പ്. ചേട്ടായിക്ക് ഒപ്പം മധുരം വെക്കുവാനായി ഞാൻ ക്ഷണിക്കുന്നത് ചേട്ടായുടെ ഇളയമ്മാരും അമ്മായുമായ സജോമൻ അങ്കിളെയും റോസ്മോൾ ആന്റിയെയാണ്. മുറിക്കുവാൻ വേണ്ടി റോയിങ്കളിനെയും മിനിയാന്റിയെയും ക്ഷണിക്കുന്നു. മണവാള ചെറുക്കന് മധുരം വെക്കട്ടെ. മണവാള ചെറുക്കന് മധുരം വെക്കട്ടെ. അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലാന്നേ. മണവാള ചെറുക്കന് മധുരം വെക്കട്ടെ. കേട്ടല്ലോ 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 ഞങ്ങൾ, അമ്മാവൻ പറഞ്ഞത് കേട്ടല്ലോ ഞങ്ങൾ. പ്രോഗ്രാം പ്രാർത്ഥനയോട് കൂടിയാണ് ആരംഭിച്ചത്.
എന്നിരുന്നാലും അടുത്തതായി ഒരു സുറിയാനി ഭക്തിഗാനവുമായിട്ട് എലിസബത്ത് ജോർജ് എത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെറമണി നടക്കുന്നതായിരിക്കും.
വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങൾക്ക് ഈ ഫംഗ്ഷനിൽ സമ്മതിക്കുവാൻ സാധിച്ചില്ലെങ്കിലും wish you a happy married life, dear Jocelyn and Rosemaria. God bless you both. Thank you. And happy married life, dear Jocelyn and Rose. പ്രിയപ്പെട്ട ജോസിനും റോസിനും ഞങ്ങളുടെ വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. Happy married life. We love you, Oma. അടുത്തതായി ഒരു പ്രധാന ചടങ്ങാണ്, മറ്റൊന്നുമല്ല അടുത്ത കല്യാണ ചെറുക്കനെ വാഴിക്കൽ. നമ്മുടെ കുടുംബത്തിൽ അടുത്ത കല്യാണ ചെറുക്കനായി വാഴിക്കുന്നത് നമ്മുടെ നിഖിൽ ചേട്ടായിനെയാണ്. ഏറെ സ്നേഹത്തോടെ നിഖിൽ ചേട്ടായിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. കല്യാണ ചെറുക്കനാകാൻ നമ്മൾ വാഴിച്ച ചേട്ടായിയോട് ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത് ചോദിച്ചു നോക്കാം. ഈ നിമിഷത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് കെട്ടാൻ പറ്റുമോ നോക്കാം. വേറൊന്നുമില്ല. താങ്ക് യു. മധുരവെപ്പ് ചടങ്ങിന്റെ ഇമ്പോർട്ടൻസ് സെറമണീസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നിമിഷം നമുക്ക് ചേട്ടായുടെ ഒരു ചോദ്യം ചോദിക്കാം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മൾ കുറച്ചുപേര് മാത്രമാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത കസിൻസ് കുറെ പേര് വരാത്തവരുണ്ട്. അവര് നമുക്ക് വിഷസ് വീഡിയോ വഴി അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ വന്നിരിക്കുന്നവരോടും അതുപോലെ തന്നെ ഇവിടെ വരാതെ ചേട്ടയ്ക്ക് വേണ്ടി വിഷസ് അറിയിച്ചവരോടും എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എന്താണേലും ഒരുപാട് സന്തോഷമുണ്ട്. വിളിച്ച എല്ലാവരും ഈ പരിപാടിയിൽ വരികയും സംബന്ധിക്കുകയും ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ കൂടാൻ പറ്റാതെ പുറത്തായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെയാണെങ്കിൽ വീഡിയോടൊപ്പം ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ഒപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ എല്ലാം വിശ്വസ് എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു. ഈശ്വര പ്രാർത്ഥന. നിങ്ങളുടെ പ്രേമമുണ്ടാകുമാറാകണം, പാവമായി നീ നോക്കുമാറാകണം. ചന്തം വഴിയുന്ന നിങ്ങളുടെ മോഹന രൂപമെൻ സ്വന്തമായി തീരുമാറാകണം. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നിട്ട് നിനക്ക് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പു. ഞാൻ
വെണ്ണിലാവിൻ മന്ത്രകോടി മടക്കി വെച്ച് പാടി നേരത്ത് അച്ഛനമ്മ മാറുവന്നു പള്ളു വിളിച്ചാൽ ഞാൻ ഭർത്താവിന്റെ രൂപം ചൂണ്ടി കാട്ടിക്കൊടുക്കും ഇനി ആരെന്തും പറഞ്ഞോട് ഞാൻ വിടില്ല ഒന്നേ ഞാൻ വിടില്ല വിടില്ല നിന്റെ പിടിവിടില്ല സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പില്ലേ? ഇങ്ങനത്തെ സാധനം പറ്റില്ലേ? സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് അറിയില്ല. അങ്ങനത്തെ സാധനം പ്രശ്നം ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ല പറ്റുള്ളൂ. പിന്നെ ജീവിതം പിന്നെ ജീവിതം
ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. താരകങ്ങൾ കണ്ണു വെച്ച പാരിജാതമല്ലേ, താഴേന്റെ കൂടറിഞ്ഞ പഞ്ചവർണ്ണമല്ലേ, സംഘമെന്റെ കൺകവർണ്ണ പുണ്യം നെയ്യത്തി മുത്താരം മുത്തല്ലേ. കല്യാണമേളം കണ്ടില്ലേ കണ്ടില്ലേ എന്നൊരുക്കിയ സമ്മാനം, കടവിൽ കണ്ടൊരു സുതാരം മലയിൽ കൈലച്ചു കടലിൽ സമജയമായി ഉൾത്തുറി തൊഴിച്ചു വന്നല്ലോ കല്യാണം അംഗീകരിച്ചമലകിണ്ണം സംഗീതം നിറഞ്ഞതിൽ ജീവനയാൽ കല്യാണം. പലഹാരം നമ്മൾ കൊണ്ടുവന്നു തരാം, നല്ല സ്നേഹം കാട്ടിത്തരാം, നമ്മളുടെ ജീവൻ തന്നെ തരാം. മധുര ലഡുവി കാണും ഇത് മുന്തിരി പോലെ, നിന്റെ കണ്ണിലെ കറി നമ്മളെ ഇഷ്ടം. വേഗം ചൊല്ലു ഒന്ന് വേഗം ചൊല്ലു, നമ്മൾ താമസിതയെ നോക്കും മാതിരി കാവണിന്നു തരാം. പിന്നാലെ നടന്നതിൽ പിണങ്ങലെ നീ, കടക്കണ്ണാലെ എറിഞ്ഞതിൽ പിണങ്ങലെ നീ.
ജോർജ് സിമിയാൻറ്റി, ജീവൻ ചേട്ടായി അയിന ചേച്ചി, ടീന ചേച്ചി ആൻഡ് ജിൻഡോ ചേട്ടായി, ജിത്തു ചേട്ടായി ആൻഡ് പിങ്കു ചേച്ചി, കുക്കു ചേച്ചി ആൻഡ് ജോസൻ ചേട്ടായി, സജോ മോനങ്കിൾ ആൻഡ് റോസ്മോൾ ആൻറ്റി, പെണ്ണിയാൻറ്റി ആൻഡ് ടോമിയങ്കിൾ. എല്ലാവരും ആയിട്ടില്ലേ? വേറെ ആരും ഇല്ലല്ലോ? എല്ലാവരും പേര് വിളിച്ചിട്ടില്ലേ? നമ്മുടെ മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും കാലേ ചെരുപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് നിങ്ങളുടെ രണ്ടുപേരുടെയും ചെരുപ്പ് അങ്ങ് ഊരുക ഫസ്റ്റ്. ഇപ്പൊ ടീന ചേച്ചി ജിൻഡോ ചേട്ടാ ആണെങ്കിൽ ജിൻഡോ ചേട്ടായുടെ ഒരു ചെരുപ്പ് ജിൻഡോ ചേട്ടായുടെ കയ്യിലും ടീന ചേച്ചിയുടെ ഒരു ചെരുപ്പ് ജിൻഡോ ചേട്ടായുടെ കയ്യിലും കാണണം. അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെ കയ്യിൽ രണ്ടുപേരുടെ ചെരുപ്പ് വേണം. എക്സ്ചേഞ്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഒരു എക്സാമ്പിൾ ആട്ടോ, ഇപ്പൊ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വഴക്കുണ്ടാക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോ ബോയ്സ് ആണെങ്കിൽ ആ ചെറുക്കന്റെ ചെരുപ്പാണ് പൊക്കേണ്ടത്. ഇങ്ങനെ കൂട്ടത്തില് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആർക്ക്? തിരിഞ്ഞു നോക്കി അവരെ ചാടിച്ചിടും. ഒരേപോലെയാണ് നിങ്ങൾ പൊക്കിയേക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ്, അവർക്ക് പിന്നീട് സമ്മാനം നൽകുന്നതായിരിക്കും. പൊക്കിയില്ലെങ്കിൽ ഔട്ടാ, അത് പറ്റുന്നില്ല. അതൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇടയില് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഇങ്ങനെ ചുമ്മാ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഭയങ്കര പാടായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നടക്കുന്നത് ആരാണ്? നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കാണും. ഇപ്പൊ ഒരു അഡ്വഞ്ചർ തിങ്സ് ഒക്കെ ആദ്യം കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം അത് ചെയ്യണം ഇത് ചെയ്യണം, ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും, എന്നാൽ എനിക്കത് ചെയ്തേ പറ്റൂ എന്നൊരിത് നിൽക്കുന്നത് ആരാണ്? ചേച്ചി കള്ളക്കളി കേട്ടോ. ഇപ്പൊ നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ ആദ്യം ചെന്ന് സോറി പറയുന്നത് ആരാണ്? സോറി എന്നല്ല, ആദ്യം ചെന്ന് സംസാരിക്കുന്നത് ആരാണ്?
ഡ്രമാറ്റിക്കാണ്, അവർ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതാരാ. ഇപ്പൊ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ്. ചെറിയ കാര്യമെല്ലാവർക്കും പറ്റിയില്ല. എല്ലാം വേദനയ്ക്കാണെങ്കിൽ അയ്യോന്ന് പറഞ്ഞ ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ കൂട്ടത്തിൽ കുട്ടിക്കളി ആർക്കാണ്? ഇപ്പോഴും കുട്ടിക്കളി മാറാത്ത ആരാണ്? ബാത്റൂമിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ചോദിക്കട്ടെ? ഈ കൂട്ടത്തിൽ ഫാമിലി ഗോസിപ്പുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ്? അതായത് കുടുംബത്തിൽ എന്തെങ്കിലും നടന്നു, അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കലകലകലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ്? പിശുക്കാർക്കാണ്. കൂട്ടത്തിൽ പിശുക്കാർക്കാണ്. ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് ആരാണ്? ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് ആരാണ്? എടുത്തുചാട്ടം കൂടുതൽ ആർക്കാണ്? എടുത്തുചാട്ടം. സമയനിഷ്ഠ അല്ലെങ്കിൽ കൃത്യനിഷ്ഠ ഇല്ലാത്തത് ആർക്കാണ്? ഇപ്പൊ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് വരാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും അങ്ങ് എത്തുന്നത്. അതാരാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 2 ക്വസ്റ്റ്യൻ പറ്റേ. ഒരെണ്ണത്തിൽ അല്ല, ഒരു ചെങ്ങത്ത് അടി കിട്ടിയാൽ മറ്റേ സൈഡോടെ കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളിൽ ബ്യൂട്ടിഫുൾ ആരാണ്? അമ്മ പൊക്കിയിട്ടില്ല. പൊക്ക്. ഒരെണ്ണം ഒറ്റ എണ്ണം പൊക്കാവുള്ളൂ. ഇല്ല, ഒരെണ്ണം പൊക്കത്തുള്ളൂ. ഒറ്റ ഒരെണ്ണം പൊക്കത്തുള്ളൂ. സജോമനൊക്കെ ഒരെണ്ണം. ഓക്കെ, ഇത് മാർക്ക് ഇട്ടെ. ഇവര് റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവാണ്. നമ്മുടെ ചരിത്രം വീണ്ടും എഴുതി കുതിച്ചുകൊണ്ട് അതുപോലെ തന്നെ ജോസൻ ചേട്ടാ, എന്റെ കുക്കു ചേച്ചി